മാക്കലി. ഇന്നൊരു റിയൽ ഇൻസിഡന്റ് ആണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള. എൻ്റെ ഫ്രണ്ട് സ്റ്റോറിയാണിത്. ഹൊറർ എലമെന്റ്സ് ഒന്നും ഇല്ലാത്തൊരു സംഭവം. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് ഒരാളോട് ഇഷ്ടം തോന്നിപ്പോയി. അത് വീട്ടിൽ സമ്മതിക്കാതെ വന്നപ്പോൾ സ്ഥിരം തേപ്പ് കരിപ്പട്ടം കിട്ടാതിരിക്കാൻ വേണ്ടി അവൾ ഒരു കടും കൈ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിൽ വീട്ടുകാർക്ക് കുറച്ച് നാണക്കേട് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ചെയ്ത് അവൾ ഇറങ്ങി വരണേ, അവളുടെ ഒരു മാനസികാവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ അവളെ വളർത്തിയ വീട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ചു. അവളുടെ വീട്ടിൽ നിന്നും അവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. എങ്കിലും അവള് വീട്ടുകാരോട് ചെയ്തതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം എപ്പോഴും ഉണ്ട്. പക്ഷെ അവർ ഹാപ്പിയായി ജീവിക്കാൻ തുടങ്ങി. അതിനുശേഷം അവളുടെ വീട്ടിൽ നിന്ന് ആരും വിളിക്കാത്തതുമായി ഒടുക്കം അവൾക്ക് അവളുടെ ബ്രദർ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആളുമായി ഒരു കോൺടാക്ട് ഉണ്ടാവുകയാണ്. ഇവളുടെ ചേട്ടനും കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആളും ഒരല്പം സെലിബ്രിറ്റീസ് ആണ്. ഇനി ഇവള് കുറ്റക്കാരിയാണെങ്കിൽ ഇവിടെ ചേട്ടൻ സ്നേഹിക്കുന്നത് ഒരു കുറ്റമല്ലേ? അതോ പെണ്ണിന് മാത്രമേ ഉള്ളൂ എല്ലാം ബാധകം? ഒരു സൈഡ് നോക്കിയാ ഇവള് വരുത്തിയ അതേ നാണക്കേട് ഇവളുടെ ആങ്ങളെയും ചെയ്യുന്നില്ലേ? കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി ഒരു കുട്ടിമുള്ള ഒരു പെണ്ണിന് ജീവിതം കൊടുത്ത് നായകനാണ് ഇവളുടെ ചേട്ടൻ. ഇവൾ ഇഷ്ടപ്പെട്ടവന്റെ ഒപ്പം ഇറങ്ങിപ്പോയ നശിച്ചവളും. അതെങ്ങനെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വീട്ടുകാരുടെ കടുംപിടുത്തം കാരണം വേറെ ഒരു നിവർത്തി ഇല്ലാതെയാണ് ഇവൾ ആ കടും കൈ ചെയ്ത് ഇറങ്ങിയത് പോലും. ചേട്ടന് കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാവരെയും കാണിച്ച് അവൾക്കൊപ്പം എവിടെ വേണമെങ്കിലും പോവാൻ ഒന്നിച്ച് നിൽക്കാം. കാരണം ചേട്ടൻ ഹീറോ ആണല്ലോ. നീയൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അങ്ങനെ ഒടുക്ക ഇവളുടെ ചേട്ടൻ കെട്ടാൻ പോകുന്നു പറഞ്ഞവളുമായുള്ള കോൺടാക്ട് കാരണം ഇവളിപ്പോ വീണ്ടും കുത്തിത്തിരിപ്പുകാരി മോശപ്പെട്ടവളും ആയി മാറി. ഇനി നിങ്ങൾ പറയും ഗൈസ്, ഇതിൽ ഇവള് മാത്രമാണോ കുറ്റക്കാരി? ഇനി ആരായാലും യക്ഷി ചേച്ചിയുടെ ഫ്രണ്ടിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വെറുതെ വിടുമെന്ന് ആരും കരുതണ്ടേ.